ഹലോ നമസ്കാരം. എല്ലാവർക്കും ജഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വൈഗ IPS എന്ന നോവലിലാണ്. ആ നോവലിൻ്റെ 12ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. നോവലിലേക്ക് പോയാലോ. അധ്യായം 25. മിത്രയുടെ ബോഡിയോ? വൈഗ കണ്ണുകൾ മിഴിച്ചു. ആര് പറഞ്ഞു? ഗോപൻ പോയി കണ്ടോ? അവൾ ചോദിച്ചു. ഞാൻ കണ്ടില്ല മാഡം. പിന്നെ എങ്ങനെ മനസ്സിലായത് മിത്രയുടെ ബോഡിയാണെന്ന്? വൈഗ കിതയ്ക്കുകയായിരുന്നു. ഏറ്റുമാനൂർ സ്റ്റേഷൻ പരിധിയിലാണ് ബോഡി കണ്ടത്. പക്ഷേ പെൺകുട്ടികളെ കാണാതായ ഒരു കേസും അവിടെ നിലവിലില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ സ്റ്റേഷനിലേക്കും അവർ മെസ്സേജ് വിട്ടു. ഗോപൻ പറഞ്ഞു. നമ്മുടെ സ്റ്റേഷൻ പരിധിയിലും ഈ ഒരൊറ്റ കേസേ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ മാഡം. അതുകൊണ്ട് മിത്രയുടെ ഡീറ്റെയിൽസും ഫോട്ടോയും നമ്മൾ കൊടുത്തു. വൈഗയുടെ ഹൃദയം പിടച്ചു. ആറ്റിൽ കിടന്ന് അഴുകിയതുകൊണ്ട് ഫോട്ടോ വെച്ച് ബോഡി തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ബോഡിയുടെ അളവുകൾ ഏതാണ്ട് കറക്റ്റാണെന്ന് അവർ പറഞ്ഞത്. കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നിയെങ്കിലും വൈഗ തളരാതെ പിടിച്ചു നിന്നു. വയർക്കീറിയിട്ട് ബോഡി കല്ലുകെട്ടി പുഴയിൽ താഴ്ത്തിയതാണ്. പക്ഷെ കിഴക്ക് നല്ല മഴയുണ്ടായിരുന്നു. മലവെള്ളം വന്നപ്പോൾ അടിയൊഴുക്കിൻ്റെ ശക്തിയിൽ കയറ് പൊട്ടി ബോഡി വേർവിട്ട് കാണും. ഒഴുകി വന്നു പൊന്തക്കാടിനിടയിൽ തങ്ങിക്കിടക്കുകയായിരുന്നു. ദുർഗന്ധം വന്നപ്പോൾ നാട്ടുകാർ കണ്ടെത്തി. പോലീസിൽ അറിയിച്ചതാണ്. വൈഗ പാൻസിൻ്റെ പോക്കറ്റിൽ തിരികിയിരുന്ന കർച്ചീഫ് വലിച്ചെടുത്തു. കണ്ണുകൾക്ക് മീതെ അമർത്തി. തടയണ തുറന്നതുപോലെ കണ്ണീർ കുതിച്ചു ചടുകയായിരുന്നു. ഗോപകുമാർ വല്ലാതെയായി. ഇത്രയും വിശദീകരിച്ച് പറയേണ്ടിയിരുന്നില്ലെന്ന് അയാൾക്ക് തോന്നി. അയാളെ മെല്ലെ പുറത്തേക്കിറങ്ങി. സ്വന്തം അനിയത്തിയുടെ ജഡമാണ് അഴുകി അടിഞ്ഞിരിക്കുന്നത്. കരയട്ടെ, കരഞ്ഞ് കുറേ സങ്കടം തീരട്ടെ. ഏറെ നേരം കഴിഞ്ഞാണ് വൈഗ കർച്ചീഫ് മാറ്റി മുഖമുയർത്തിയത്. കണ്ണുകൾ പുകയുന്നതും നീറുന്നതും അവൾ അറിഞ്ഞു. എങ്കിലും മൊബൈലെടുത്ത് അമ്പാടിയുടെ ലാൻഡ് നമ്പറിലേക്ക് വിളിച്ചു. കോൾ അറ്റൻഡ് ചെയ്തത് സാജനാണ്. സാജേട്ടാ, വൈഗയാണ്. ഓ, ഒട്ടും താല്പര്യമില്ലായിരുന്നു സാജൻ്റെ സ്വരത്തിൽ. അമ്മയോടെ? മെഡിക്കൽ കോളേജിലേക്ക് പോയി. അച്ഛമ്മയോ? രണ്ടുപേരും കൂടിയാണ് പോയത്. വൈഗയ്ക്ക് ആശ്വാസമായി. അമ്മയും അച്ഛമ്മയും വീട്ടിലില്ല. അവർ അച്ഛനെ കാണാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുന്നു. തൽക്കാലം അവരാരും ഇതറിയണ്ട. ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ആ, പറയ്. അപ്പോഴും ഉദാസീന സ്വരമായിരുന്നു സാജന്. മിത്രയുടെ ബോഡി പുഴയിൽ പൊങ്ങിയെന്നറിഞ്ഞു. ഞാനങ്ങോട്ട് പോവുകയാണ്. മിത്രയുടെ ബോഡിയോ? എവിടെ? സാജൻ പെട്ടെന്ന് ഗൗരവത്തിലായി. വൈഗ ചുരുങ്ങിയ വാക്കുകളിലെല്ലാം വിവരിച്ചു. റിസീവർ വെച്ചിട്ട് സാജൻ തിരിയുമ്പോൾ പിന്നിൽ സാവിത്രിയും സതിയും. നേരാണോടായി കേട്ടത്? മിത്രയുടെ ശവം കിട്ടിയോ? സാവിത്രി നടുക്കത്തോടെ ചോദിച്ചു. ഉവ്, വൈഗ അങ്ങനെയാണ് പറഞ്ഞത്. സാജൻ സംഭവം വിവരിച്ചു. ഈശ്വര, എൻ്റെ പ്രാർത്ഥന ഫലിച്ചു. സതി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. പ്രാർത്ഥന ഫലിച്ചെന്നോ? സാവിത്രി അത്ഭുതപ്പെട്ടു. അതെ, സതി പറഞ്ഞു. ബോഡി കിട്ടാത്തതുകൊണ്ട് അവൾ ജീവിച്ചോ മരിച്ചോ എന്നൊന്നും ഇപ്പോഴും ശങ്കയായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം അവൾ കാമുകനെയും കൂട്ടി കയറി വരുമെന്നായിരുന്നു എൻ്റെ പേടി, സ്വത്തിൻ്റെ വീതം ചോദിച്ചിട്ട്. ഇനിയിപ്പോൾ ആ പേടി വേണ്ടല്ലോ, സതി ആശ്വസിച്ചു. സാജ, നമുക്കൊന്നും അങ്ങോട്ടേ പോകണ്ടേ ബോഡി കാണാൻ? സാവിത്രി ചോദിച്ചു. പോകാം, സാജൻ പറഞ്ഞു. ഞാനും വരുന്നുണ്ട്. ചെന്ന് കണ്ട് അത് അവളാണെന്ന് ഉറപ്പിച്ചാലേ എനിക്ക് സമാധാനാകൂ. സതിയും പോകാൻ റെഡിയായി. ഹോസ്പിറ്റലിൽ സത്യദാസിന് കാവൽ നിൽക്കുന്ന മാത്യു വിവരമറിയുന്നത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ തൻ്റെ സുഹൃത്തിനെ വിളിക്കുമ്പോഴാണ്. കോൾ കട്ട് ചെയ്തിട്ട് അയാൾ അകത്തേക്ക് നോക്കി. സത്യദാസ് കിടക്കയിൽ ചാരി കിടക്കുന്നു. ഇപ്പോഴും ഞരമ്പിലൂടെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഈശ്വരി അത് ശ്രദ്ധിച്ച് അരികിലുണ്ട്. ട്രിപ്പ് ബോട്ടിലെ മരുന്ന് തീരാറായെന്ന് നഴ്സിംഗ് ഡ്യൂട്ടി റൂമിൽ അറിയിക്കാൻ പോയിരിക്കുകയാണ് ദേവിക. മാത്യു റൂമിനുള്ളിലേക്ക് ചെന്നു. ആ പെൺകൊച്ചിൻ്റെ ശവം മാറ്റിൽ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ഡോക്ടറെ. ഏത് പെൺകൊച്ചിൻ്റെ? ഈശ്വരി ഞെട്ടലോടെ മാത്യുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഇങ്ങേരി കൊന്നില്ല ഒരു മകളെ? ആ കൊച്ചിൻ്റെ. മാത്യു
ദയയില്ലാതെ പറഞ്ഞു. സത്യദാസ് ഞെട്ടി പകച്ചുപോയി. എൻ്റെ കൃഷ്ണ, മിത്രയുടെ ശവം പൊങ്ങിയെന്നോ? ഈശ്വരി നെഞ്ചത്തടിച്ചു. എന്താ എന്താ നിങ്ങൾ പറഞ്ഞത്? സത്യദാസ് കിതച്ചു. എൻ്റെ മിത്രമോള് ആറ്റിൽ. ഡോക്ടറെ, ബോഡി മാറ്റി ഒളിപ്പിക്കുകയും മറവ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഒരിക്കലും ആരും കണ്ടുപിടിക്കരുത്. ഒന്നുകിൽ അങ്ങ് പുറംകടലിലെങ്ങാനും കൊണ്ടുപോയി തട്ടണം, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആഴത്തിൽ കുഴിയെടുത്ത് കുഴിച്ചു മൂടണം. അതിനൊന്നും പറ്റാത്തവർ ഈ പണിക്കൊന്നും പോകരുത്. സത്യദാസ് ഉഷ്ണിക്കുകയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ പൊങ്ങി വന്നത്? കേസ് എത്രയായി? കൊന്നതൊന്ന്, ബോഡി മറയ്ക്കാൻ ശ്രമിച്ചത് മറ്റൊന്ന്. ഇനി ഈ കേസിൽ നിന്ന് ഈ ജന്മം നിങ്ങൾക്ക് ഊരിപ്പോകാൻ പറ്റുമോ? മാത്യു ഒരു പരിഹാസച്ചിരിയോടെ പുറത്തേക്ക് തിരിച്ചിറങ്ങി. മരവിച്ചിരിക്കുന്ന സത്യദാസിനെ ഈശ്വരി തുറിച്ചു നോക്കി. മിത്രയുടെ ശവം ഫ്രീസറിൽ വെച്ചൊന്ന് നീ എന്നോട് കള്ളം പറഞ്ഞതല്ലടാ. പെട്ടെന്നായിരുന്നു രോക്ഷത്തോടെയുള്ള ഈശ്വരിയുടെ ചോദ്യം. അല്ലമ്മേ, ഞാൻ കള്ളം പറഞ്ഞതല്ല, സത്യദാസ് കിതപ്പോടെ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ആ ശവം ആറ്റിൽ പൊങ്ങിയത് എങ്ങനെയാടാ? പറയ്. എനിക്കറിയില്ല അമ്മേ. നിനക്കറിയാം. ഈശ്വരിയുടെ സ്വരം കനത്തു. മകളെ കൊന്നതറിഞ്ഞിട്ടും നിന്നെ സഹായിക്കാൻ ഒരുങ്ങിയതാ ഞാൻ. പക്ഷേ ആ ഫ്രീസറിൽ ശവം കാണാതായപ്പോൾ തൊട്ട് എനിക്ക് നിന്നെ സംശയമുണ്ട്. അന്ന് രാത്രിയിൽ നീ മിത്രയെ കൊന്ന കാര്യം നിനക്ക് മാത്രമേ അറിയൂ. അപ്പോൾ പിന്നെ ആ ശവം വേറെ ആരാടാ കൊണ്ടുപോകുന്നത്? സത്യദാസിന് മറുപടിയില്ലായിരുന്നു. അഥവാ ആരെങ്കിലും കൊണ്ടുപോയെന്ന് വെക്കി. നിന്റെ ശത്രുവാണെങ്കിൽ അയാൾ അപ്പോൾ തന്നെ പോലീസിൽ വിവരം കൊടുക്കത്തില്ലേ? അതല്ല, കാശാണ് പ്രശ്നമെങ്കിൽ ആ വിവരം പറഞ്ഞ് നിന്നെ ഭീഷണിപ്പെടുത്തി കാശ് തട്ടിയെടുക്കല്ലേ? അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. സത്യദാസ് അമ്മയെ പകച്ചു നോക്കി. അന്ന് രാത്രി കൊലപാതകം കഴിഞ്ഞ ഉടനെ നീ ഹോസ്പിറ്റലിൽ പോയില്ലേ? ആ കൂടെ അവളുടെ ശവവും പൊതിഞ്ഞു കെട്ടി നീ കൊണ്ടുപോയി. പോകുന്ന വഴി അത് ആറ്റിലേക്കിട്ടിട്ടു, ശരിയല്ലേടാ? അതിനൊന്നുള്ള കരുത്ത് എനിക്കില്ലമ്മേ, അയാൾ കൊച്ചുകുട്ടിയെപ്പോലെ പറഞ്ഞു. അവളെ നീ കൊന്നില്ലേ? എന്നിട്ട് അവൾ ഒളിച്ചോടിപ്പോയെന്ന് വരുത്താൻ നീ എന്തെല്ലാം ചെയ്തു? നിന്റെ സ്വർണ്ണപ്പെട്ടി വരെ മാറ്റിയില്ലേ? അത്രയും ചെയ്ത നിനക്ക് ഇതൂടെ മേലെ? ആ സമയത്ത് അതൊക്കെ എങ്ങനെ ചെയ്തെന്ന് ഇപ്പോൾ എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ലമ്മേ. എന്നാൽ പിന്നെ പറയ്, നീയല്ല അത് ചെയ്തതെങ്കിൽ നിന്റെ ഓഫീസ് റൂമിൽ വെച്ചിരുന്ന ശവം എടുത്തുകൊണ്ട് പോയി ആറ്റിലിട്ടതാരാ? ഈശ്വരി ചോദിച്ചു. സത്യദാസ് നാവ് തളർന്നതുപോലെ മിഴിച്ചു നോക്കി. തന്നെ 10 മാസം ചുവന്നു പ്രസവിച്ച അമ്മയാണ് മുന്നിലിരുന്ന് തിരിച്ചും മറിച്ചും ചോദിക്കുന്നത്. താൻ കഴിഞ്ഞല്ലേ? അമ്മയ്ക്ക് മറ്റാരും ഉള്ളൂ? സതിയും സാവിത്രിയും പോലും. ജീവൻ്റെ ജീവനായിട്ടാണ് അമ്മ തന്നെ എന്നും സ്നേഹിക്കുന്നത്. ആ അമ്മയോടിപ്പോൾ എന്താണ് പറയുക? സത്യ, എന്താടാ മിണ്ടാത്തെ? എന്നോടെങ്കിലും നീ സത്യം പറയടാ. നീ തന്നെയാണോടാ അത് ചെയ്തത്? ഈശ്വരി വീണ്ടും ചോദിക്കുമ്പോഴാണ് ദേവിക വാതിക്കലെത്തിയത്. കൂടെ സിസ്റ്ററുമുണ്ട്. തീർന്ന ട്രിപ്പ് ബോട്ടിൽ മാറ്റി പുതിയതിടാൻ വന്നതാണ്. എനിക്കിനി ട്രിപ്പ് വേണ്ട, ബോട്ടിൽ മാറ്റിയിടാൻ വന്ന സിസ്റ്ററോട് സത്യദാസ് പറഞ്ഞു. വേണ്ടേ? സിസ്റ്റർ അമ്പരന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഡോക്ടറെ? ഡോക്ടർ എഴുതിയിട്ടുണ്ട്. ഞാനും ഒരു ഡോക്ടറാ. വേണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഡോക്ടർ ശോഭിച്ചു. ബോട്ടിൽ തട്ടി മാറ്റി. എന്തു പറ്റി സത്യേട്ടാ? ദേവിക അമ്പരന്നു. അവർ ഈശ്വരിയെ നോക്കി. എന്താ അമ്മേ, എന്തുണ്ടായി ഇത്ര പെട്ടെന്ന് സത്യേട്ടന്? സത്യേട്ടന് എന്തു പറ്റി ഇങ്ങനെ ബഹളം വയ്ക്കാൻ? ഈശ്വരി എത്ര നിയന്ത്രിച്ചിട്ടും വിതുമ്പിപ്പോയി. പിന്നെ ദേവികയെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു. മോളെ, നമ്മൾ പാപികളാടി, മഹാപാപികൾ. ഒരു സ്ഫോടനം പോലെയാണ് ദേവിക ആ വാർത്ത കേട്ടത്. വൈഗ ദൂരെ വെച്ചേ കണ്ടു. ആറ്റുതീരത്ത് ആൾക്കൂട്ടം. SP-യുടെ വണ്ടി കിടക്കുന്നുണ്ട്. തന്നെക്കാൾ മുമ്പേ അദ്ദേഹം എത്തിക്കഴിഞ്ഞിരുന്നു. അടുത്തേക്ക് ചെല്ലുമ്പോൾ ചീഞ്ഞഴുകിയ മാംസത്തിൻ്റെ അസഹ്യമായ ദുർഗന്ധം. എല്ലാവരും മൂക്ക് പൊത്തിപ്പിടിച്ചിരിക്കുന്നു. വൈഗയ്ക്ക് കർച്ചീഫ് കൊണ്ട് മുഖം പൊത്തിപ്പിടിക്കേണ്ടി വന്നു. വരൂ. വൈഗ അടുത്തെത്തിയപ്പോൾ SP വിൽസൺ തോമസും CI ഗോപകുമാറും ഒപ്പം നീങ്ങി.
കുറച്ചകലെയായി ടാർപോളിൻ കൊണ്ട് മറച്ചു കെട്ടിയിരിക്കുന്നിടത്തേക്ക് അവർ ചെന്നു. പോലീസുകാരിലൊരാൾ മറയുടെ ഒരു ഭാഗം തുറന്നു. 1-2 ഡെസ്ക് പിടിച്ചിട്ട ടേബിളിലാണ് ബോഡി. അത് മൂടിയിരുന്ന ക്യാൻവാസിൻ്റെ ഒരറ്റം ഒരു പോലീസുകാരൻ ഉയർത്തി. ഹോഹ്! വൈഗ കണ്ണുകൾ ഇറുകെ പൂട്ടി. അല്പസമയം കഴിഞ്ഞേ തുറന്നുള്ളൂ. തലയിൽ മുടി കാണാനില്ല. ഒക്കെ അഴുകി അറ്റുപോയിരിക്കുന്നു. കണ്ണിൻ്റെ സ്ഥാനത്ത് മാംസം മുന്തി നിൽക്കുന്നു. പല്ലുകൾ നിരനിരയായി കാണാം. മിത്ര ചിരിക്കുമ്പോൾ കണ്ടിരുന്ന പല്ലുകൾ ഇതുതന്നെയാണെന്ന് വൈഗയ്ക്ക് തോന്നി. അത്രയേ നോക്കിയുള്ളൂ. അവൾ മുഖം തിരിഞ്ഞ് പുറത്തിറങ്ങി. തിരികെ നടക്കുമ്പോൾ എതിരെ വരുന്ന പോലീസ് സർജൻ ഡോക്ടർ ജോസ് ജോർജും കൂട്ടരും. എത്ര സമയം വേണ്ടിവരും? വൈഗയുടെ കൂടെ ഉണ്ടായിരുന്ന SP ഡോക്ടറോട് ചോദിച്ചു. പോസ്റ്റ്മോർട്ടം അവിടെ തന്നെ നടത്താൻ തീരുമാനിച്ചിരുന്നു. 1/2 മണിക്കൂർ വേണ്ടിവരും, ഡോക്ടർ പറഞ്ഞു. ഓക്കെ, ടേക്ക് യുവർ ഓൺ ടൈം. SP മുമ്പോട്ട് നീങ്ങി. വൈഗയ്ക്ക് തോന്നി തൻ്റെ ശരീരം ഒട്ടും നീങ്ങുന്നില്ലെന്ന്. ഒരു ടൺ ഭാരം തോന്നുന്നു. വാഹനത്തിൻ്റെ അരികിലേക്ക് നീങ്ങുമ്പോൾ പെട്ടെന്ന് മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ അവൾ ശ്രദ്ധിച്ചു. ഷാനു പ്രസാദ്. വളർന്ന ദീക്ഷയും മരിച്ച മിഴികളും തളർന്ന ദേഹവുമായിട്ട് അമ്പരപ്പോടെ മുഖം കണ്ടു. അവൻ മാത്രം മുഖം പൊത്തുന്നില്ല. അവൾ തന്നെയാണോ വൈകേച്ചിയത്? എൻ്റെ മീതു. വിലാപം പോലെയായിരുന്നു അവൻ്റെ ചോദ്യം. അവൻ്റെ മിഴികൾ തുറന്നു തന്നെ ഇരിക്കുന്നു. അതെ എന്ന് പറയണോ അതോ അല്ലെന്ന് പറയണോ? പരിചിതമായ ആ മാംസപിണ്ഡത്തിൽ ആകെ കണ്ടത് പല്ലുകൾ മാത്രമാണ്. അത് മിത്രയുടേതാണെന്ന് പറയണേ. വൈകേച്ചി, ധീനമായി ഒന്ന് ഷാനു വിളിച്ചു. എനിക്കറിയണം, പറയൂ പ്ലീസ് ചേച്ചി. അതെൻ്റെ മീത്തുവാണോ? എനിക്കറിയില്ല ഷാനു. ഐ കാൺട്ട് ഐഡൻറ്റിഫൈ. പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. മിത്രയാണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഫോറൻസ് ലാബിൽ നിന്നും റിസൾട്ട് വരണം, അവൾ പറഞ്ഞു. എന്നാലും എനിക്ക് തോന്നുന്നു അത് മറ്റൊരാളുടേതാകാൻ വഴിയില്ലെന്ന്. പരിസരം നോക്കാതെ ഷാനു അവളുടെ വലതു കൈയിൽ പിടിമുറുക്കി. അപ്പോൾ അവളുടെ ജീവൻ്റെ ഒരു നിശ്വാസം എന്നിലേക്ക് വന്നുകൊണ്ടിരുന്നെന്ന് തോന്നൽ വെറുതെ ആയിരുന്നു അല്ലേ വൈകേച്ചി? വൈഗ കണ്ണുകൾ ഇറുകെ അടച്ചു. മിഴിപ്പീലികൾക്കിടയിൽ സങ്കടം നിറഞ്ഞു നിന്നു. അവൾക്കപ്പോൾ തോന്നി പരിസരത്ത് ദുർഗന്ധമില്ലെന്ന്. മിത്ര ഉപയോഗിച്ചിരുന്ന പെർഫ്യൂമിൻ്റെ പരിമളം ചുറ്റും നിറഞ്ഞ് ഒരു കുഞ്ഞിക്കാറ്റായിട്ട് അവളെ തഴുകി. ഒരുപക്ഷെ ഷാനു പ്രസാദിനും അങ്ങനെ ആയിരിക്കാം. അവളുടെ കയ്യെന്ന് പിടിയേക്ക. സതിയാൻ്റിയുടെ ധാഷ്ട്യം നിറഞ്ഞ ശബ്ദം കേട്ടാണ് വൈഗ കണ്ണു തുറന്നത്. വൈഗയുടെ കയ്യിൽ നിന്നും ഷാനുവിൻ്റെ കരം ബലമായി പിടിച്ചു മാറ്റുകയാണ് സതി. സതിയോടൊപ്പം സാവിത്രിയും സാജനമുണ്ട്. അവരുടെ മുഖവും കനത്തിരിക്കുന്നു. എവിടെയാണ് ബോഡി കിടക്കുന്നത്? സാജൻ ചോദിച്ചു. പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്, ഇപ്പോൾ കാണാൻ പറ്റില്ല, വൈഗ പറഞ്ഞു. ഓ, എന്തൊരു നാറ്റം! സാവിത്രിയുടെ മുഖം ചുളിഞ്ഞു തന്നെയായിരുന്നു. കാണണമെന്നില്ല, ഒന്ന് വന്നേയുള്ളൂ, സതി പറഞ്ഞു. മാഡം, CI ഗോപകുമാർ വൈഗയുടെ വണ്ടിക്കരികിലേക്ക് വന്നു. വൈഗ അതിനുള്ളിൽ തളർന്നിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, ഗോപകുമാർ പറഞ്ഞു. അവൾ മൂളി. ബോഡിയിൽ നിന്നും കുറച്ച് മുടിയിഴകൾ കിട്ടിയിട്ടുണ്ട്. ഇൻ്റേണൽ സ്പെസിമെൻസ് ശേഖരിച്ചിട്ടുണ്ട്. ഫോറൻസിക് ലാബിലേക്ക് അയച്ചത്രേ. മിത്ര പ്രഗ്നൻ്റ് ആയിരുന്നു. ഗോപൻ. സർജൻ അതിനെക്കുറിച്ച് എന്തു പറഞ്ഞു? വയറ് പിളർന്നിരിക്കുന്നത് കൊണ്ട് പാർട്സൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. റിസൾട്ട് വന്നാലേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. വൈഗ മുഖം കുനിച്ചു. SP അദ്ദേഹം ചോദിച്ചു. ബോഡി അമ്പാടിയിലേക്ക് എടുക്കണമെന്ന് CI പെട്ടെന്ന് ചോദിച്ചു. വൈഗ നടുങ്ങിപ്പോയി. അല്ല, സംസ്കാര ചടങ്ങ് വേണ്ടേ? പിന്നെ കുട്ടിയുടെ അമ്മയ്ക്കും മറ്റും കാണണ്ടേ? ഓ, എന്നാത്തിന്? സാവിത്രി പറഞ്ഞു. കാര്യം അവിടുത്തെ പെങ്കൊച്ച. പക്ഷെ ഇതുപോലെ നാറ്റം വെച്ച സാധനം ഇനി അങ്ങോട്ട് കൊണ്ടുപോയി സംസാരിച്ചിട്ട് എന്നാ കാര്യം? സതിയും പറഞ്ഞു. കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഇവിടെ തന്നെ കുഴിയെടുത്ത് സംസ്കരിക്കാം. കളക്ടറോടും അതേക്കുറിച്ച് സംസാരിക്കാൻ SP പറയാം, ഗോപകുമാർ പറഞ്ഞു. അത് പോരെ മാഡം? വൈഗ തലയാട്ടി. ഡോക്ടറെ വിവരം അറിയിക്കണ്ടേ?
ഗോപകുമാർ വീണ്ടും ചോദിച്ചു. അച്ഛനെയോ? വൈകയ്ക്ക് ഒരു വിറയിൽ തോന്നി. അറിയിക്കാം. മകളുടെ ബോഡി കാണാനാവുമ്പോൾ പെർമിഷൻ കിട്ടും. ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്നാൽ മതിയല്ലോ, ഗോപകുമാർ പറഞ്ഞു. വേണ്ട ഗോപൻ, വൈക പറഞ്ഞു. ഇത് കണ്ട അച്ഛൻ വല്ലാതെ തളർന്നു പോകും. അച്ഛനും അമ്മയും കാണാതിരിക്കുന്നതാണ് നല്ലത്. ഈ ബോഡി ഇപ്പോൾ കണ്ടു കിട്ടേണ്ടിയിരുന്നില്ല അല്ലേ മാഡം? എന്തോ ആലോചിച്ചിട്ടെന്ന പോലെ ഗോപകുമാർ പറഞ്ഞു. വൈക മനസ്സിലാക്കാതെ നോക്കി. അല്ല, ഡോക്ടർക്ക് വീണ്ടും ഒരു ജാമ്യാപേക്ഷ വെച്ചാൽ ബോഡി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മിത്ര കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് രാജീവിന് ഇനി വാദിക്കാനാവില്ലല്ലോ. ബോഡി കിട്ടിയതുകൊണ്ട് ഡോക്ടർ കൊലയാളിയാണെന്നും ജാമ്യം കൊടുക്കാൻ പാടില്ലെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ നിർബന്ധം പിടിച്ചാൽ എന്തു ചെയ്യും? വൈകിക്ക് മനസ്സിലായി പുതിയ അപകടം. പക്ഷേ ഇനി എന്ത് ചെയ്യാനാവും? കളക്ടറുടെ ഓർഡർ കിട്ടിയതോടെ ആറ്റുതീരത്ത് തന്നെ മിത്രയ്ക്ക് വേണ്ടി ഒരു കുഴിയെടുത്തു. പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ലാതെ ആ മാംസപ്പിണ്ടം കുഴിക്കുള്ളിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി. മോളെ, വൈക മൂഖം മന്ത്രിച്ചു. ഇച്ചേച്ചിയോട് ക്ഷമിക്കടാ. അച്ഛനെയും അമ്മയും ഒന്നും ഈ രൂപത്തിൽ നിന്നെ കാണിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. കുഴി മൂടിത്തീരുന്നതിന് മുമ്പേ സാജനും കൂട്ടരും മടങ്ങി. അവർ അമ്പാടിയിലെത്തുമ്പോൾ നിലം തെറ്റിയതുപോലെ കരയുകയായിരുന്നു ദേവിക. സമാധാനിപ്പിച്ചുകൊണ്ട് ഈശ്വരി അടുത്തുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വന്നതാണവർ. മിത്രയുടെ ശവം എപ്പോഴാണ് സാജ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? സാജനും കൂട്ടരും കാറിൽ നിന്നിറങ്ങി ചെന്നപാടെ ഈശ്വരി ചോദിച്ചു. ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല മുത്തശ്ശി, സാജൻ പറഞ്ഞു. അതെന്താ? അത് ഞാൻ പറയാം, സതി സാജനെ വിലക്കിയിട്ട് പറഞ്ഞു. ഇങ്ങോട്ട് കൊണ്ടുവന്ന് വളപ്പിൽ ദയെടുത്ത് സംസാരിക്കാമെന്ന് ഞങ്ങളാകുന്നതും പറഞ്ഞതാ. വേണ്ടാന്ന് വൈകയ്ക്ക് ഒരേ വാശി. പിന്നെ ഞങ്ങളെന്തു ചെയ്യും? അവൾ സാജനെയും സാവിത്രിയെയും മിണ്ടരുതെന്ന് കണ്ണിറുക്കി കാണിച്ചു. അവർ സമ്മതിച്ചു. ഇല്ല, എനിക്ക് കാണണം എൻ്റെ കുഞ്ഞിനെ. അവളെ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ചോളാം, ദേവിക ഭ്രാന്തഭാവത്തിൽ പറഞ്ഞു. എന്നിട്ട് മുറ്റത്തേക്കിറങ്ങി. വഴിയിൽ ചെന്നപ്പോൾ ആദ്യം കിട്ടിയ ഓട്ടോറിക്ഷയിൽ അവർ കയറി. ദേവികയെ തടയാതെ സതി വിജയഭാവത്തിൽ നിന്നു. വൈക ഓഫീസിലായിരുന്നു. തളർച്ചയോടെ തകർച്ചയോടെ ഒരേ ഇരിപ്പ്. അപ്പോഴാണ് വാതിൽ തുറന്ന് സന്തോഷിനൊപ്പം ദേവിക കടന്നു വന്നത്. അമ്മയെ കണ്ടതും വൈക നടുങ്ങി എഴുന്നേറ്റു. എവിടെ എൻ്റെ മിത്രമോള്? എനിക്ക് അവളുടെ ശവം കാണണം. എവിടെ അവള്? വന്നപാട് ദേവിക പറഞ്ഞു. ഒന്നും മിണ്ടാനാകാതെ തൊണ്ട വറ്റി വരണ്ട് വൈക നിന്നു. അധ്യായം 26. നീ എന്താ മിണ്ടാത്തത്? ദേവിക വൈകയുടെ മുഖത്തേക്ക് നോക്കി. എനിക്കെൻ്റെ മിത്രമോളെ കാണണം. എവിടെയാണവള്? എനിക്ക് അങ്ങോട്ട് പോകണം. നീയും വാ. അമ്മയുടെ കണ്ണുകളിൽ ഉറഞ്ഞ കണ്ണുനീര് വൈക കണ്ടു. എത്ര പാടുപെട്ടാണ് അമ്മ അടക്കി പിടിച്ചു നിൽക്കുന്നതെന്ന് അറിഞ്ഞു. വൈക, നിന്നോടാ ഞാൻ പറഞ്ഞത് എനിക്കങ്ങോട്ട് പോകണമെന്ന്. ഒരു പോലീസ് ഓഫീസറുടെ മുറിയാണെന്ന് മറന്ന് ദേവിക ശബ്ദമുയർത്ത്. അമ്മ അങ്ങോട്ട് പോകണ്ട. വൈക പാടുപെട്ട് ഒരു വിധത്തിൽ ശബ്ദം വീണ്ടെടുത്തു. എനിക്ക് പോകണം. ഉറച്ച തീരുമാനം പോലെ ദേവിക ആവർത്തിച്ചു. അമ്മയത് കാണാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. എനിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയോ? അതെന്താ? ഇത്രയും നാൾ വെള്ളത്തിൽ കിടന്നതല്ലേ. വല്ലാതെ അഴുകി വികൃതമായ അവസ്ഥയിലാണ്. അമ്മ അങ്ങോട്ട് പോകണ്ട. ഞാൻ പ്രസവിച്ച നിങ്ങൾ 3 മക്കളും മൂത്രത്തിലും മലത്തിലും കിടന്നിട്ടുണ്ട്. അന്നൊന്നും എനിക്കൊരു അറപ്പും തോന്നിയിട്ടില്ല. അതുപോലെയല്ല അമ്മേത്. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. കുറച്ച് നാളായിട്ട് എനിക്ക് നല്ല സഹനശക്തിയാണ്, ദേവിക പറഞ്ഞു. നിനക്കെൻ്റെ കൂടെ വരാൻ പറ്റുമോ? പറ്റില്ലെങ്കിൽ സ്ഥലം എവിടെയാണെന്ന് പറയും, ഞാൻ തനിച്ച് പോയിക്കോളാം. എനിക്ക് അവളെ കണ്ടേ തീരൂ. അമ്മ വാശിയിലാണെന്ന് വൈകയ്ക്ക് മനസ്സിലായി. അവൾ മടിച്ച് വിഷമിച്ച് പറഞ്ഞു. ഇനി പോയിട്ട് കാര്യമില്ല അമ്മേ, കാണാൻ പറ്റില്ല. ആ ശവം മറവ് ചെയ്തു. മറവ് ചെയ്തെന്നോ? ദേവിക ശക്തമായി നടുങ്ങി. മിത്രയുടെ ശവം മറവ് ചെയ്തെന്നോ? അതെ. ഞാനൊന്നും കാണാതെ. ദേവികയുടെ മുഖം ചുവന്നു. കണ്ണുകളിൽ രക്തം കിനിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്കതൊന്നും കാണാനാവില്ലെന്ന്. എനിക്ക് കാണാൻ പറ്റില്ലെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? അമ്മയത് ദയ മരിച്ചു. ഞാനത് കണ്ടില്ലേ.
അവളെ നമ്മുടെ വീടിൻ്റെ തെക്ക് വശത്ത് സംസ്കരിച്ചു. ഞാനത് സഹിച്ചില്ലേ. അതുപോലെ മിത്രയെ എനിക്ക് കാണണം. നമ്മുടെ വീട്ടുവളപ്പിൽ ദയോടൊപ്പം അവളെയും കിടത്തണം. എനിക്ക് രണ്ടുപേരെയും ഒരുമിച്ച് കാണണം. ഇനിയത് പറ്റില്ല. കുഴിച്ചിട്ട് പോയി. ആരാ അത് തീരുമാനിച്ചത്? ദേവികയുടെ കണ്ണുകൾ കുറുകി. ഞാൻ പറഞ്ഞിട്ടാണ്. നീയോ? മുഴമ്പിപ്പിക്കുന്നതിന് മുമ്പ് ദേവിക പൊട്ടിത്തെറിച്ചു. നീ എന്തിനത് പറഞ്ഞു? നിനക്കെന്താ അങ്ങനെ പറയാൻ അധികാരം? സ്ഥലകാല ബോധം മറന്ന് ദേവിക പൊട്ടിത്തെറിച്ചു. 10 മാസം വയറ്റിൽ ചുവന്ന് അവളെ പ്രസവിച്ചത് ഞാനാണ്. 10 മാസം വയറ്റിൽ ചുവന്ന് പ്രസവിച്ചവളെ കൊല്ലാൻ അമ്മ അച്ഛന് അവകാശവും അധികാരവും കൊടുത്തിരുന്നു. വൈഗ ചോദിച്ചു മനഃപൂർവ്വം. വൈഗയുടെ കണ്ണുകൾ തുറിച്ചുപോയി. എന്നിട്ടും അച്ഛനത് ചെയ്തില്ലേ? വൈഗ പൂർത്തിയാക്കി. അച്ഛൻ കൊന്ന ആറ്റിലിട്ട ശവം ഞാനെടുത്ത് സംസ്കരിച്ചു. എന്താ പാടില്ലേ? ദേവിക മിണ്ടിയില്ല. ഒരേ നിൽപ്പ്. വിധിയാവണ്ണം കർമ്മങ്ങൾ ചെയ്തില്ല എന്ന് അമ്മ വിഷമിക്കണ്ട. കൊന്നതിൻ്റെ 6-ാം ദിവസം അച്ഛനും അമ്മയും കൂടി മാധവത്ത് മനവിൽ പോയി പവിത്രൻ തിരുമേനിയെ കൊണ്ട് മരണാനന്തര കർമ്മങ്ങൾ മുഴുവൻ ചെയ്യിച്ച് ബലിയിട്ടിട്ടുണ്ട്. പുതിയൊരു അറിവ് പോലെ ദേവിക നടുങ്ങി. വീട്ടുവളപ്പിൽ സംസ്കരിച്ചില്ലെന്ന് സങ്കടം വേണ്ട. തെക്കുവശത്ത് ദയയ്ക്കും മിത്രയ്ക്കും ഓരോ മാർബിൾ കല്ലറ പണിയാം. അമ്മയ്ക്ക് കാണാൻ അതിന്മേൽ സ്വർണം പൂശുകയോ രക്തം പതിക്കുകയോ ചെയ്യാം. പക്ഷേ ആ കല്ലറയ്ക്കടിയിൽ ചീഞ്ഞെളിഞ്ഞ ഒരു ശവം കൂടെ കൊണ്ടുവന്നിട്ടേ തീരുവെന്ന് അമ്മ നിർബന്ധം പിടിക്കണ്ട. അത് നടക്കില്ല. മകളുടെ ഉറച്ച വാക്കുകൾ, ഉറച്ച മുഖം. ദേവിക തീ പിടിച്ചതുപോലെ അവളെ നോക്കി. അവൾ വിരൽ ചൂണ്ടി ശോഭിച്ചു. ആദ്യം അച്ഛനെ നീ ജയിലിനുള്ളിലാക്കി. ഇപ്പം കൂടപ്പുറപ്പിനെ കുഴിമാന്തി പട്ടിയെപ്പോലെ കുഴിച്ചുമൂടി. എൻ്റെ നെഞ്ചു പൊള്ളിപ്പറയാം, നീ ഗുണം പിടിക്കുകയില്ല. അമ്മേ! വൈഗ തീയിൽ ചവിട്ടിയതുപോലെ നടുങ്ങി. മിണ്ടരുത്. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. നീയായി, നിൻ്റെ പാടായി. എനിക്കിങ്ങനൊരു മകളില്ല. 2 പോയില്ലേ? ആ കൂടെ ഞാൻ കൂട്ടിക്കൊള്ളാം. ഞാൻ മക്കളെ പെറ്റിട്ടില്ല. ദേവിക നെഞ്ചു പൊത്തിപ്പിടിച്ച് നിലവിളിച്ചു. എന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്കോടി. അമ്മേ നിൽക്ക്. വൈഗ വാതിൽക്കലേക്ക് ഓടിച്ചെന്ന്. വാതിലിനപ്പുറത്ത് നിന്നിരുന്ന സന്തോഷ് വൈഗയെ കണ്ടു. മാഡം ക്ഷമിക്കണം. മദറാണ് മാഡത്തെ കണ്ടേ തീരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറ്റിവിട്ടത്. സന്തോഷ് പറഞ്ഞത് വൈഗ ശ്രദ്ധിച്ചില്ല. ധൃതിയിൽ പുറത്തേക്ക് നീങ്ങി അവൾ താഴെയെത്തി. ദേവിക വന്ന ഓട്ടോറിക്ഷയിൽ തന്നെ കയറിപ്പോവുകയായിരുന്നു. അപ്പോൾ സങ്കടം പൊട്ടി അമ്മ പറഞ്ഞ വാക്കുകൾ ചുറ്റും പ്രതിധ്വനിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഓട്ടോറിക്ഷ പോയ വഴിയിലേക്ക് നോക്കി വൈഗ തരിച്ചു നിന്നു. അമ്മ ദേഷ്യപ്പെട്ടു പോയല്ലേ? പെട്ടെന്ന് പിന്നിൽ നിന്നുള്ള ചോദ്യം. വൈഗ വെട്ടിത്തിരിഞ്ഞു. കാർത്തിക്. അതുവരെ നെഞ്ചിൽ കെട്ടി നിർത്തിയ എല്ലാ സങ്കടവും ഒന്നിച്ചിരമ്പിയാർക്കുന്നത് അവൾ അറിഞ്ഞു. മിത്രയുടെ ബോഡി അവിടെ തന്നെ അടക്കിയത് നന്നായി. കാർത്തിക് വീണ്ടും പറഞ്ഞു. വൈഗയുടെ മിഴികളിൽ കണ്ണുനീരിൻ്റെ തിളക്കം. വിവരമറിഞ്ഞപ്പോഴേ ഞാൻ സ്പോട്ടിലെത്തിയിരുന്നു. തന്നെ ശ്രദ്ധിച്ച് ഒരു കയ്യകലത്തിൽ ഞാൻ നിന്നിരുന്നു. തൻ്റെ സങ്കടങ്ങൾ എൻ്റേതുമാണല്ലോ. ഒറ്റയ്ക്ക് വണ്ടിയിലിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ അടുത്ത് വരാനും തോന്നിയതാണ്. കാർത്തിക് മൃദുവായി പറഞ്ഞു. ഇന്നലെ ഒരുമിച്ച് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഒറ്റയ്ക്കാക്കി ഇറങ്ങിപ്പോന്നതും പൂർണ്ണ മനസ്സോടെയാണ്. രശ്മിക്ക് വേണ്ടി ഒഴിഞ്ഞു മാറിയിട്ട് തന്നെ. ഇങ്ങനെ പിന്തുടർന്ന് വീണ്ടും വരാൻ വേണ്ടിയല്ല. അതിങ്ങനെ അങ്ങോട്ട് നോക്കി നിന്ന് പറയണ്ട. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ മുഖത്തേക്ക്. എന്നിട്ട് ഒന്നുകൂടെ പറയ്, പൂർണ്ണ മനസ്സോടെയാണ് പോകുന്നതെന്ന്, പിന്തുടരാൻ വേണ്ടിയല്ലെന്ന്. കാർത്തിക് പറഞ്ഞു. ഏറെ പ്രയാസപ്പെട്ട് വൈഗ മനസ്സിനെ കാരിരുമ്പാക്കി. എന്നിട്ട് കാർത്തികിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതെ, പൂർണ്ണ മനസ്സോടെയാണ്. ഇനി എന്നെ പിന്തുടരണ്ട. എനിക്കതിഷ്ടമല്ല. കാർത്തികിൻ്റെ പ്രതികരണത്തിന് നിൽക്കാതെ അവൾ തിരിഞ്ഞു നടന്നു. വീണ്ടും ഓഫീസിലേക്ക് കയറാനൊരുങ്ങുമ്പോഴാണ് CI ഗോപകുമാറിൻ്റെ കോൾ വന്നത്. മാഡം, ആ പ്രസാദ പത്തനാടൻ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. കീഴടങ്ങിയതാണ്. അയാൾ കീഴടങ്ങിയോ? ആശ്ചര്യമായിരിക്കുന്നല്ലോ, വൈഗ പറഞ്ഞു. കേസ് ചാർജ് ചെയ്തോളാനാണ് അയാൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞു. അവളുടെ നെറ്റിയിൽ വരകൾ വീണു. ശരി, അറസ്റ്റ് രേഖപ്പെടുത്തണ്ട. കേസ് രജിസ്റ്റർ ചെയ്യുകയും വേണ്ട. മാഡം, അത് CI ശങ്കിച്ചു. ഞാൻ അങ്ങോട്ട് വരികയാണ് ഗോപൻ. യെസ് മാഡം. കോള് കട്ടായി. ഓഫീസിൽ കയറാതെ വൈഗ തിരിച്ചിറങ്ങി. വീണ്ടും തൻ്റെ വണ്ടിക്കരികിലേക്ക് വന്നു.
രാജേന്ദ്രൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വണ്ടി നിന്നു. വൈഗ ഇറങ്ങിച്ചെന്നു. സ്റ്റേഷൻ മുറ്റത്ത് വില കൂടിയ പജീറോ കാർ കിടക്കുന്നു. പ്രസാദ് പത്തനാടൻ്റേതാവുമെന്ന് വൈഗ ഊഹിച്ചു. സ്റ്റേഷൻ മുറ്റത്ത് ജനക്കൂട്ടം, മൊബൈൽ ഫോൺ വിളികളുടെ ബഹളം. സീനുണ്ടാക്കാനുള്ള ശ്രമമാണ്. ആളൊട്ടും മോശമല്ല. വൈഗ വരാന്തയിലേക്ക് ചെല്ലുമ്പോൾ CI ഗോപകുമാർ ഇറങ്ങി വന്നു. വരും മേഡം. വൈഗ CIക്കൊപ്പം അകത്തേക്ക് ചെന്നു. CIയുടെ റൂമിൽ കസേരയിൽ VVIPയുടെ ഗമയിൽ നിറഞ്ഞിരിക്കുകയാണ് പ്രസാദ് പത്തനാടൻ. കസവ് നൂൽ പാകിയ വില കൂടിയ ഡബിൾ മുണ്ട്, ഒട്ടും ചുളിവ് വീഴാത്ത അയൺ ചെയ്ത നീല സൽക്ക് ഷർട്ട്, കഴുത്തിലും കൈത്തണ്ടയിലും വിരലിലും സ്വർണത്തിൻ്റെ അതിപ്രസരം. തറവാട്ട് പാരമ്പര്യം തീരെ ഇല്ല, എങ്കിലും കുറേ പണമുണ്ടാക്കിയിട്ടുണ്ടെന്ന് വ്യക്തം. വൈഗ കടന്നു ചെന്നിട്ടും കണ്ടതായി ഭാവിക്കുകയോ ഇരുന്നിടത്ത് നിന്ന് അനങ്ങുകയോ ചെയ്തിട്ടില്ല. തറവാടിത്തമില്ലാത്ത പുത്തൻ പണക്കാരുടെ ലക്ഷണമാണ് അല്പത്തരവും ഹുങ്കും. തറവാടിത്തമുള്ളവർ സ്ഥാനത്തെ ബഹുമാനിക്കും, വണങ്ങും. ഇതാണ് എളിമ. ഇരിക്കൂ മേഡം. തൻ്റെ സീറ്റ് ചൂണ്ടിക്കാണിച്ച് CI പറഞ്ഞു. വൈഗ ഇരുന്നു. CI നിന്നതേ ഉള്ളൂ. മേഡം, ഗോപകുമാർ പറഞ്ഞു. പത്തനാടൻ സാറ് പറയുന്നത് നമ്മൾ ഇങ്ങേരുടെ മകൻ ഷാനു പ്രസാദിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടെന്നാണ്. അതെന്തിന്? വൈഗ ചോദിച്ചു. മറുപടി പറഞ്ഞത് പത്തനാടനാണ്. നിങ്ങളുടെ അനിയത്തിയുടെ ശവം മാറ്റിപ്പൊങ്ങില്ലേ? നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. വൈഗയുടെ മുഖം ചുവന്നു. ഓ! പ്രസാദ് പത്തനാടൻ്റെ മുഖത്ത് അരിശവും പരിഹാസവും തിങ്ങി. അത് പാടുപെട്ട് കടിച്ചൊതുക്കിക്കൊണ്ട് പറഞ്ഞു. മാഡത്തിൻ്റെ അനിയത്തി, ആ മിത്രയുടെ ശവം ആറ്റിന്ന് കിട്ടിയില്ലേ? അതിനെന്താ? എൻ്റെ മോന അവളെ കൊന്നതെന്ന് വരുത്തി തീർക്കാൻ മാഡത്തിൻ്റെ അച്ഛൻ ആ ഡോക്ടർ കുറേ പാടുപെട്ടതാ. നടന്നില്ല. ഒടുവിൽ അങ്ങേര് തന്നെ അകത്തായി. ഉപ്പ് തിന്നോനല്ലേ വെള്ളം കുടിക്കാണ്ടിരിക്കോ? മിസ്റ്റർ പത്തനാടൻ, നിങ്ങൾ വന്ന കാര്യം പറയണം. വൈഗ ഗൗരവത്തിലായി. കാര്യം പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. അത് പറയാൻ എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. പുച്ഛത്തോടെ അയാൾ തുറന്നു. മാഡത്തിനിപ്പോൾ സ്വന്തം അച്ഛനെ രക്ഷിക്കണം. ശവം കിട്ടിയ സ്ഥിതിക്ക് കൊന്നതാന്ന് പറഞ്ഞ് ഒരാളെ കൂടി അകത്തോട്ടിട്ട കാര്യം എളുപ്പം. നിങ്ങൾ പോലീസുകാർ അകത്തെ പുള്ളികളല്ലേ, എന്തോ ആകാലോ. മിസ്റ്റർ പത്തനാടൻ, തനിക്ക് ഷെയിൻ ചെയ്യാനുള്ള വേദിയല്ല ഇത്. വൈഗ രോഷം കൊണ്ടു. മര്യാദയ്ക്ക് വന്ന കാര്യം പറയണം. അത് പറ്റിയില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം മിസ്റ്റർ. അങ്ങനെ ഞാനിപ്പോൾ പോണില്ല. പ്രസാദ് പത്തനാടൻ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. എനിക്കെൻ്റെ മകനെ കിട്ടണം. ഉച്ചയ്ക്ക് ആ പെണ്ണിൻ്റെ ശവം പൊങ്ങിന്നറിഞ്ഞപ്പോൾ മുതൽ പോയതാണവൻ. കാണാനാണെന്നും പറഞ്ഞ് ഇതുവരെ തിരിച്ചു വന്നില്ല. ഞാനിനി തിരയാൻ ഒരിടവുമില്ല. കൊലക്കറ്റം ചുമത്തി നിങ്ങളവനെ അറസ്റ്റ് ചെയ്തെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ ഒരു അറസ്റ്റും നടന്നിട്ടില്ല. പിന്നെ എൻ്റെ മോനെവിടെ? അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം മിസ്റ്റർ. വൈഗ ശബ്ദമുയർത്തി. പത്തനാടൻ സാറേ, CI ഗോപകുമാർ ഇടപെട്ടു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഷാനുവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കൊലക്കുറ്റം തുറന്നു പറഞ്ഞ് ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ അതേ കുറ്റം ചുമത്തി മറ്റൊരാളെ എന്തിന് അറസ്റ്റ് ചെയ്യണം? ആരോ നിങ്ങളെ ഭയപ്പെടുത്തിയതാണ്. നിങ്ങളുടെ മകൻ ശവം കണ്ടതിൻ്റെ സങ്കടത്തിൽ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും. മിത്രയുടെ ബോഡി കിട്ടിയ ആറ്റുതീരത്ത് ഷാനുവിനെ കണ്ടത് വൈഗ ഓർത്തു. പ്രതീക്ഷയറ്റ തകർന്ന രൂപം. ഗോപകുമാർ പറഞ്ഞത് വാസ്തവമാണെന്ന് പത്തനാടനും തോന്നി. അയാളെ പറഞ്ഞു, എന്നാൽ പിന്നെ എന്നെ അറസ്റ്റ് ചെയ്യേ. അക്കാര്യം നടക്കട്ടെ. നിങ്ങളെ എന്തിനാ അറസ്റ്റ് ചെയ്യണം? വൈഗ ചോദിച്ചു. എന്തിനാന്നോ? പത്തനാടൻ അമ്പരന്നു. മാഡത്തിൻ്റെ അച്ഛനെ കൊല്ലാൻ ഞാൻ ഇടുമ്പ് ജോസിനെ ഏർപ്പാട് ചെയ്തതിന്. എൻ്റെ അച്ഛനെയല്ല. വൈഗ ഇടയിൽ കയറി തിരുത്തി. സബ് ജയിലിൽ കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന ഒരു തടവുപുള്ളിയോ? ആ, എന്നാൽ അങ്ങനെ. അതും പറഞ്ഞ് എന്നെ തപ്പി പോലീസുകാരൻ്റെ വീട്ടിൽ വന്നു. ഞാനന്നേരം വീട്ടിലില്ല. അവർ പിന്നെയും വരുമെന്ന് പറഞ്ഞേച്ചാ പോയത്. അയാൾ ഗർവോടെ പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പോലീസ് പൊക്കിയാൽ എനിക്ക് കുറച്ചില്ലല്ലോ മാഡം. അതാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടാട്ടെ മാഡം. നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടത് ഞങ്ങളല്ല, മുളന്തുരുത്തി പോലീസാണ്. ഓ, എന്നാത്തിന്? അവരറസ്റ്റ് ചെയ്താലും ഇങ്ങോട്ട് തന്നെ ഹാൻഡ് ഓവർ ചെയ്യേണ്ട മാഡം. നിങ്ങൾക്കതൊക്കെ മെനക്കേടല്ലേ? പത്തനാടൻ പരിഹസിച്ചു. പോലീസിന് ഇതൊന്നും മെനക്കേടല്ല മിസ്റ്റർ പത്തനാടൻ. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ലേ? വൈകിയും പരിഹസിച്ചു. എന്ന് മാത്രമല്ല,
ഇവിടെ വന്നതുപോലെ നിങ്ങളിനി മെനക്കെട്ട് മുളന്തിരി പോലീസ് സ്റ്റേഷനിലേക്കും ചെന്ന് കൈനീട്ടി കൊടുത്താലും നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയില്ല. അതെന്താ? പത്തനാടനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടെന്ന ഓർഡർ. അങ്ങനെ ഒരു ഓർഡറോ? ഞാനങ്ങനെ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, വിളിച്ചു പറയിപ്പിച്ചിട്ടുമില്ലല്ലോ. അത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. വൈഗ ചിരിച്ചു. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാ. പത്തനാടൻ മിഴിച്ചു നിന്നു. വൈഗ എന്താണ് പറഞ്ഞതെന്ന് ഗോപകുമാറിനും മനസ്സിലായില്ല. വൈഗമല്ലേ പത്തനാടൻ്റെ മുമ്പിൽ തൊട്ടില്ലെന്ന വണ്ണം വന്നു നിന്നു. നിങ്ങളുടെ പ്ലാൻ നടക്കില്ല പത്തനാടൻ, ഞാനത് സമ്മതിക്കില്ല. അപനത സ്വരത്തിൽ അവൾ പറഞ്ഞു. ഉടുമ്പ് പരാജയപ്പെട്ടെടുത്ത് ചെന്ന് മകനു വേണ്ടി നേരിട്ടങ്ങ് പകവീട്ടാൻ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? പത്തനാടൻ വിളറി. കയ്യും നീട്ടി ധൈര്യമായി വന്ന് അറസ്റ്റ് ചെയ്തോന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വൈഗയ്ക്ക് അധിപതിയൊന്നും വേണ്ട പത്തനാടൻ. ഇപ്പോഴത്തെ സിൽക്ക് കുപ്പായത്തിൻ്റെ കസവും ഡബിളിൻ്റെ സ്ഥാനത്ത് മുമ്പ് നിന്ന് താൻ ജയിൽ കുപ്പായം ധരിച്ചിട്ടുണ്ടെന്നും ആ വേഷം ഒന്നുകൂടെ ധരിക്കാൻ തനിക്ക് മടിയില്ലെന്നും എനിക്കറിയാം. പത്തനാടൻ്റെ ശ്വാസം നിന്നുപോയി. പക്ഷെ ഞാനത് സമ്മതിക്കില്ല. ജയിലിൽ കിടക്കുന്ന തടവുകാരുടെ ജീവൻ്റെ പ്രൊട്ടക്ഷൻ കോടതിയുടെ ഉത്തരവാദിത്തമാണ്. അതിന് ഓർഡറുണ്ട്. അറിഞ്ഞില്ലേലും അറിഞ്ഞോ? പത്തനാടന് ശബ്ദമില്ല. അതുകൊണ്ട് തൽക്കാലം അറസ്റ്റില്ല എന്ന് വെച്ച് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുമില്ല. വൈഗ തുടർന്നു. കേസ് ഞങ്ങളൊന്ന് മെനക്കെട്ട് അന്വേഷിക്കാൻ പോകുക. 10 ലക്ഷവും മറ്റും ക്യാഷായിട്ട് പെട്ടെന്നെടുക്കാനുള്ള നിങ്ങളുടെ ഈ പണക്കൊഴുപ്പുണ്ടല്ലോ, അതിൻ്റെ വേരുകൾ വരെ അകത്തോട്ടിടാൻ നല്ല ഉറപ്പുള്ള ഒരു വിലങ്ങും തന്നെ തീർത്തുകൊണ്ട് ഞങ്ങളങ്ങ് വീട്ടിലേക്ക് തന്നെ വന്നേക്കാം. അവിടുന്ന് തന്നെ ആഘോഷമായിട്ട് കൊണ്ടുവരികയും ചെയ്യാം. ഇപ്പോൾ സന്തോഷമായിട്ട് പോയട്ടെ. പത്തനാടൻ്റെ ചുണ്ടുകൾ ഒട്ടിപ്പോയിരുന്നു. ഒരക്ഷരം മിണ്ടാതെ അയാൾ പുറത്തേക്ക് പോകുമ്പോൾ അമ്പരുന്നു. ഗോപകുമാർ വൈഗയ്ക്ക് നേരെ തിരിഞ്ഞു. അയാളുടെ മുഖത്ത് വൈഗയോടുള്ള ആദരവ് ഇരട്ടിച്ചു. അയാളെ ഒതുക്കിയത് നന്നായി മേഡം. ഗോപ, അപർണ എവിടെ? ലോക്കപ്പിൽ തന്നെയാണോ? ഒന്നും സംഭവിക്കാത്തതുപോലെ വൈഗ ചോദിച്ചു. അതെ. വൈഗ അങ്ങോട്ട് നീങ്ങി. ലോക്കപ്പിൻ്റെ വെറും തറയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അപർണ ഇന്നലെ ധരിച്ചിരുന്ന അതേ വേഷത്തിൽ. മനസ്സൊന്ന് നീറുന്നത് അവൾ അറിഞ്ഞു. ആ അഖിലിൻ്റെ ഒരു വിവരം ഇതുവരെ കിട്ടിയില്ലല്ലോ മേഡം, ഗോപൻ പറഞ്ഞു. ഈ കുട്ടിയെ ഇനിയും ഇവിടെ ഇങ്ങനെ കിടത്തണോ മേഡം? വൈഗയ്ക്ക് മനസ്സിലായി. അപകടമാണ്, പ്രത്യേകിച്ചും ഒരു പെൺകുട്ടിയായ സ്ഥിതിക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ രാത്രി ഞാൻ നിങ്ങളുടെ അരികിലെത്തും. കേൾക്കാൻ നിങ്ങളുണ്ടാവണം. കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. എന്തൊരു സന്തോഷമാണെന്നോ അതൊക്കെ വായിക്കുമ്പോൾ. ഒത്തിരി സന്തോഷത്തോടെ വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. ശുഭദിനം.